ഈ കർഷകരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് പാടശേഖരത്ത് ഇങ്ങനെ ആർക്കും വേണ്ടാതെ കിടക്കുന്നത്. ഒന്നും രണ്ടുമല്ല, 200 ടൺ നെല്ലാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട പെരിങ്ങര വടവടി പാടശേഖരത്ത് കർഷകർ ആശങ്കയിലാണ്. കൊയ്ത്ത് കഴിഞ്ഞ് 10 ദിവസമായി. ഇനിയും നെല്ല് സർക്കാർ സംഭരിച്ചില്ലെങ്കിൽ തങ്ങളുടെ അധ്വാനം പാഴാകും. മഴ പെയ്യല്ലേ എന്നാണ് പ്രാർത്ഥന. മഴ പെയ്താൽ നെല്ല് മുഴുവൻ നശിക്കും, കർഷകർ പറയുന്നു. കിടത്തു കഴിഞ്ഞാൽ ഇപ്പം ദൈവാധീനം കൊണ്ട് മഴ പെയ്യുന്നില്ല. മഴ പെയ്താൽ ഈ പാടശേഖരത്തു നിന്ന് ഇത്രയും നെല്ല് എവിടോട്ടേലും ഇവിടുന്ന് കൊണ്ടുപോകേണ്ടി വരും. ആ ഭാരിച്ച ഒരു ചുമതലയാണ്, ഇത് നശിച്ചു പോകും. ഈ സാഹചര്യം ഇതിപ്പോൾ ഈ നെല്ല് ഒരു മിനിറ്റ്, ഈ കൃഷി ഓഫീസിൻ്റെ കീഴിൽ, പെരിങ്ങര കൃഷി ഓഫീസിൻ്റെ കീഴിലുള്ള ചാത്തങ്കേരി പാടത്ത് നെല്ല് കൊയ്യുന്നതിൻ്റെ അന്ന് കയറിപ്പോകുന്നു. അത് ആരുടെ അനാസ്ഥയാണ് ഈ പാടം ഇങ്ങനെ കിടക്കുന്നതെന്നുള്ളതാണ് ചോദിച്ചപ്പം കൃഷി ഓഫീസർ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനതിന് മലയാളത്തിൽ പറയാനായിട്ട് ഇരിക്കുക. 115 ഏക്കറിലാണ് ഇവിടെ നെൽകൃഷി. 45 കർഷകരാണ് കൃഷി ഇറക്കിയത്. പണം വായ്പയെടുത്തും സ്വർണം പണയം വെച്ചുമൊക്കെയാണ് കൃഷി ചെയ്തത്. ഈ ഇത്രയും പ്രായത്തിനുള്ള ഈ ഒരു പാടശേഖരത്തിൽ ഇങ്ങനൊരു ഒരു ഗതികേടെന്ന് ഞങ്ങൾക്ക് പറയാനൊക്കത്തുള്ളൂ. ഈ പാടശേഖരത്തിന് പുറവണ്ടില്ല. ഗവൺമെൻറ്റിൽ നിന്ന് അതിനൊരു യാതൊരു ആനുകൂല്യവും ഈ ഗവൺമെൻറ് ഇതുവരെയും ചെയ്തിട്ടില്ല. ഇപ്പം നെല്ല് കയറി പോകുന്നില്ല. ഇവിടെ വന്നിട്ട് പല കൃഷിക്കാരും മില്ലുകാർ വന്ന് ഇവർ നോക്കുക പോകുക. മില്ലുകാരനുമായിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് പിന്നീട് പറയാം. എന്നാൽ ഇതിൻ്റെ തൊട്ട് തെക്ക് വശത്ത് ചാത്തങ്കേരി പാടത്തെ കൊയ്തതിൻ്റെ പിറ്റേ ദിവസം ആ നെല്ല് എടുത്ത് കയറി പോകുന്നു. മുൻ വർഷങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞാൽ 5 ദിവസത്തിനുള്ളിൽ മില്ലുടമകളുടെ പ്രതിനിധികൾ നെല്ല് സംഭരിക്കാൻ എത്തുമായിരുന്നു. ഇതാദ്യമായാണ് നെല്ല് സംഭരിക്കാൻ ആളെത്താതിരിക്കുന്നത്. മില്ലുടമകൾ ആവശ്യത്തിന് നെൽ സംഭരിച്ചിട്ടുണ്ടെന്നും ഇനിയും നെൽ സംഭരിക്കാൻ മില്ലുടമകൾ തയ്യാറാകുന്നില്ലെന്നുമാണ് കൃഷി ഓഫീസറുടെ വിശദീകരണം. നെല്ല് നശിച്ചാൽ തങ്ങൾക്കല്ലേ പോകൂ, സർക്കാരിന് എന്ത് ചെയ്തമെന്നാണ് കർഷകർ ചോദിക്കുന്നത്. 200 ടണ്ണോളം നെല്ലാണ് ഈ പാടശേഖരത്ത് കിട്ടിക്കിടക്കുന്നത്. ഇനിയും ഈ നെല്ല് സംഭരിച്ചില്ലെങ്കിൽ കൃഷിക്കാരുടെ കാര്യം ദുരിതത്തിലാകും. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.